2016 തൊട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഇതുവരെ ഒരു കൊറോണ കാലം ഒഴികെ എല്ലാ വർഷവും നമുക്ക് കൃത്യമായി നടത്താൻ സാധിച്ചിട്ടുള്ള പട്ടാമ്പിയിൽ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവവും ഒരു ക്യാമ്പസ് ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റവും വലിയ ഒരു സാഹിത്യോത്സവവും കവിതയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് കവിതയുടെ കാർണിവൽ എന്ന് നമുക്കറിയാം. കേരളത്തിലെ ആദ്യത്തെ ലിറ്റററി ഫെസ്റ്റിവലുകളിൽ ഒന്നാണ് കവിതയുടെ കാർണിവൽ. 2016 ഒരേ സമയം കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലും കവിതയുടെ കാർണിവലും ആരംഭിക്കുന്നത്. KLF അടുത്ത ആഴ്ചയിൽ നടക്കുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ കാർണിവൽ വരുന്നത്. അതിനുശേഷം കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഇത്തരം ലിറ്റററി ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്. വലിയ മൂലധനം ആവശ്യപ്പെടുന്ന രീതിയിൽ വലിയ സന്നാഹങ്ങളുമായിട്ടാണ് മിക്കവാറും ഈ പറയുന്ന കോർപ്പറേറ്റ് ഫണ്ടിങ്ങുമായിട്ടാണ് നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെയും നടക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു ലിറ്റററി ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു വേദിക്ക് ഒരു നേരത്തെ ചെലവ് പോലും നമുക്ക് യഥാർത്ഥത്തിൽ ഈ കാർണിവൽ നടത്തുന്നതിനില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും ഈ പറയുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ ക്യാമ്പസിന്റെ വളരെ ജൈവികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അതോടൊപ്പം തന്നെ ക്യാമ്പസിന് പുറത്ത് കേരളത്തിലെ സാംസ്കാരിക ലോകത്ത് നമുക്കുള്ള പലതരം ബന്ധങ്ങളിൽ അല്ലെങ്കിൽ പട്ടാമ്പിയോടുള്ള പലതരം വൈകാരിക ബന്ധങ്ങളിൽ ആ കൂട്ടായ്മയ്ക്കകത്താണ് വലിയൊരു ഇച്ഛാശക്തി കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. അത് ഒരു ബദൽ മാതൃക എന്ന രീതിയിൽ ആണ് നമ്മൾ ഏറ്റവും ജനകീയമായിട്ട് ഈ കാർണിവൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ ഈ കാർണിവൽ മറ്റ് ലിറ്റററി ഫെസ്റ്റിവലുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഒന്ന്, ഇതിന് അടിസ്ഥാനപരമായിട്ടൊരു പ്രമേയമുണ്ട്. അതൊരു അക്കാദമിക് സ്പേസിൽ നടക്കുന്ന കൃത്യമായ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ ഒരു അക്കാദമിക് എൻഗേജ്മെന്റ് ആയി തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു സ്കീം, ഒരു പദ്ധതി അതിനകത്തുണ്ട്. ഓരോ കാർണിവലും ഓരോ പ്രമേയത്തെ മുൻനിർത്തിയാണ് എന്നതാണ് രണ്ടാമത്തെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കാർണിവൽ ഒരുപക്ഷെ ചരിത്രപരമാകുന്നത് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ഒരുപക്ഷെ നമ്മുടെ സാമൂഹിക ജീവിതത്തിലോ അല്ലെങ്കിൽ സാംസ്കാരിക ജീവിതത്തിലോ സാഹിത്യ ചരിത്രത്തിലോ ഒന്നും അടയാളപ്പെടുത്താതെ പോയ കുറേ ജനവിഭാഗങ്ങളെ, കുറേ സാഹിത്യധാരകളെ, കുറേ സമൂഹത്തിന്റെ ആവിഷ്കാരങ്ങളെ മലയാളത്തിന്റെ ചിന്താചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം വ്യവഹാരങ്ങളിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് ഒരുപക്ഷെ കാർണിവലിന്റെ ഏറ്റവും ചരിത്രപരമായ സംഭാവന എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമുക്കറിയാവുന്ന ആദ്യത്തെ കാർണിവൽ ഉദ്ഘാടനം, നമ്മുടെ ഉദ്ഘാടനങ്ങളായാലും നമ്മുടെ ചടങ്ങുകളെല്ലാം ആയാലും അത് സാധാരണ ഒരു ഫോർമാറ്റിലല്ല എന്ന് നമുക്കറിയാം. ആ മേഖലയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ചെയ്യാറുള്ളത്. വലിയ വലിയ കവികളൊക്കെ അല്ലെങ്കിൽ വലിയ സാംസ്കാരിക പ്രവർത്തകരോ അല്ലെങ്കിൽ ഭരണാധികാരികളോ രാഷ്ട്രീയ പ്രവർത്തകരോ ഒക്കെയും സദസ്യരായിട്ടിരിക്കുകയും ഒരുപക്ഷെ അതുവരെ ഒരു വേദിയിൽ പോലും പ്രത്യക്ഷപ്പെടാത്ത ഒരാൾ അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുക എന്നത് കാർണിവലിന്റെ മാത്രം ഒരു സവിശേഷതയാണ്. നമ്മുടെ ആദ്യത്തെ കാർണിവൽ ഉദ്ഘാടനം ചെയ്തത് ഈ പറയുന്ന ഇതുവരെ മലയാള കവിതയിൽ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ആദിവാസി ഭാഷയിൽ ഒരു ആദിവാസി കവിത ചൊല്ലിക്കൊണ്ടാണ് നമുക്കറിയാം. അപ്പൊ ഇത്തവണത്തെ കാർണിവൽ ഉദ്ഘാടനം ചെയ്യുന്നത് 6-ാം തീയതി കാലത്ത് കാർണിവൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്നേ വരെ ഒരു പൊതുവേദിയിൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത കേരള കർണാടക അതിർത്തിയിലുള്ള രണ്ട് ഭാഷകളുടെയും രണ്ട് വലിയ കേരളം മലയാളത്തിന്റെയും കന്നഡയുടെയും ഒരു അതിർത്തി പ്രദേശത്ത് കുടുങ്ങിപ്പോയ ഒരുപാട് മനുഷ്യ ജീവിതങ്ങളുണ്ട്, ഒരുപാട് ഭാഷകളുണ്ട്. അതെല്ലാം ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ള ഒരു ആദിവാസി ഗോത്ര ഭാഷ, കൊറഗ എന്ന് പറയുന്ന ആദിവാസി ഗോത്ര ഭാഷയിൽ അവിടെ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ഒരു പെൺകുട്ടിയാണ് മീനാക്ഷി ബദോദി എന്ന് പറയുന്ന. അവര് PG കഴിഞ്ഞ് MPhil കഴിഞ്ഞ് അവിടെ നിന്ന് ആദ്യമായി വിദ്യാഭ്യാസം നേടിയ ഒരു പെൺകുട്ടിയാണ്. കൊറഗ ഭാഷയിൽ ആദ്യമായി കവിത എഴുതിയ ഒരു കുട്ടിയാണ്. അങ്ങനെ ഒരുപക്ഷെ മലയാള കവിതയുടെ ചരിത്രത്തിൽ നിന്നല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും അടയാളപ്പെടാതെ പോയ ഒരു ജനതയുടെ ഭാഷയെ, അവിടെ കവിതയെ ആദ്യമായി കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അവർ കൊറഗ ഭാഷയിൽ എഴുതിയ കവിത അവതരിപ്പിച്ചുകൊണ്ടാണ് തവണ കാർണിവൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ അർത്ഥത്തിലാണ് ഞാൻ കാർണിവൽ ഒരു പക്ഷേ ഒരു വലിയ രാഷ്ട്രീയ ദൗത്യം കൂടെ നിർവഹിക്കുന്നു എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ കാർണിവലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ ഈ വർഷം നടത്തുന്ന എഡിഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ ഈ കാർണിവലിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത്തരമൊരു മേഖല തന്നെയാണ് എന്നുള്ളതാണ്.
ഒരു വേദി, കാർണിവലിന്റെ ഒരു വേദി പൂർണ്ണമായും കാസർഗോഡുള്ള ഒരു പ്രത്യേക ഗ്രാമത്തിന്, മൊഗ്രാൽ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിന് ആദരം അർപ്പിച്ചുകൊണ്ടാണ്. കവികളുടെ ഗ്രാമം അല്ലെങ്കിൽ ഇശൽ ഗ്രാമം എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ അതിർത്തി പ്രദേശത്തിലുള്ള ഒരു ഗ്രാമമാണ് മൊഗ്രാൽ. അത് പക്ഷേ ഈ പറയുന്ന മൊയ്ൻകുട്ടി വൈദ്യരുടെയൊക്കെ കാലത്തിന് മുമ്പ് തന്നെ വലിയ കാവ്യപാരമ്പര്യമുള്ള 8 or 9 അതിലധികമോ ഭാഷകളുള്ള ഒരു പ്രദേശം. ആ ഭാഷകളിലൊക്കെ എഴുതുന്ന കവികളുള്ള ഒരു പ്രദേശമാണ്. പക്ഷെ അവരാരെയും നമ്മൾ കവികളായി അംഗീകരിച്ചിട്ടില്ല. അതൊന്നും നമ്മുടെ മലയാള സാഹിത്യ ചരിത്രത്തിലോ മറ്റ് ചരിത്രങ്ങളിലോ കാണാൻ കഴിയില്ല. ഉബൈദിനെ പോലെയൊക്കെയുള്ള വലിയ കവികളും അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ മൊഗ്രാലിന് ആദരമർപ്പിച്ചുകൊണ്ട് ഈ കേരള കർണാടക അതിർത്തിയിലുള്ള 9ഓളം ഭാഷകളിൽ നിന്നുള്ള കവികൾ പങ്കെടുക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് നമ്മൾ ഇത്തവണ ഈ ഭാഷകൾ തമ്മിലുള്ള. അതിനകത്ത് ഈ പറയുന്നത് പോലെ കൊറക പോലുള്ള സംസ്കൃതം പോലുള്ള ഭാഷകളടക്കം അവിടെ നിലനിൽക്കുന്നുണ്ട്. അറബി, ഉറുദു പോലുള്ള ഭാഷകൾ, കന്നഡ, തുളു, ബ്യാരി, ഇങ്ങനെ നിരവധി ഭാഷകൾ ഈ പ്രദേശത്തുണ്ട്. അപ്പൊ ഈ ഭാഷകളിൽ എഴുതുന്ന കവികളെല്ലാവരും ചേർന്ന് അവരുടെ കവിതകൾ തർജ്ജമ ചെയ്യും, അവിടുത്തെ മലയാള കവികളും കൂടെ. അങ്ങനെ ഒരു പ്രത്യേക സാംസ്കാരിക ഭൂപടത്തെ, കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിലേക്ക് കണ്ണി ചേർക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം. അതായത് അങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മുടെ ചരിത്രം എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അവരുടെ സാംസ്കാരിക ജീവിതത്തിന്റെ, കേരളത്തിൽ പ്രസ്സൊക്കെ വരുന്ന ആ കാലത്ത് തന്നെ അവിടെ നിന്ന് മാപ്പിള മലയാളത്തിലുള്ള വലിയ രചനകൾ, പക്ഷിപ്പാട്ടിന്റെ നമുക്കറിയാവുന്ന, അതിന്റെയൊക്കെ ഏറ്റവും ആദ്യത്തെ 100ാം വർഷമാണിപ്പോൾ ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നതിന് പ്രത്യേക ഒരു വേദി. ആ വേദിയിൽ അതിന്റെ അവതരണമുണ്ട്. അവിടെ നിന്നുള്ള ഇശൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഇശലുകളുടെ അവതരണമുണ്ട്. അപ്പൊ ആ രീതിയിൽ പൂർണ്ണമായും അങ്ങനെ ഒരു മേഖലയാണ് നമ്മൾ ഇത്തവണത്തെ കാർണിവൽ അഡ്രസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായ ഒരു പുസ്തകം പുറത്തിറക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുരിപ്പുഴ ശ്രീകുമാറിനെയാണ് നമ്മൾ ഇത്തവണ കവിതയുടെ കാർണിവലിൽ ആദരിക്കുന്നത്. മലയാളത്തിലെ വളരെ സീനിയറായ ഒരു കവിയായ, കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലെ സാംസ്കാരിക പ്രവർത്തകന്മാരെ എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് കവിതയ്ക്ക് വലിയൊരു ജനകീയ മുഖം നൽകിയ വളരെ ധീരനായ ഒരു കവിയാണ് കുരിപ്പുഴ ശ്രീകുമാർ എന്ന് നമുക്കറിയാം. കുരിപ്പുഴ ശ്രീകുമാറിനെയാണ് നമ്മൾ ഇത്തവണ ആദരിക്കുന്നത്. പട്ടാമ്പി കോളേജിൽ ദീർഘകാലം അധ്യാപകനായിരുന്ന, ഇവിടുത്തെ വകുപ്പ് അധ്യക്ഷനായിരുന്ന, കേരളത്തിൽ ആദ്യമായി ദക്ഷിണേന്ത്യൻ കാവ്യോത്സവം പട്ടാമ്പി കോളേജിൽ നടത്തിയ പ്രശസ്ത കവി ആറ്റൂർ രവിവർമ്മ. ആറ്റൂർ രവിവർമ്മയുടെ പേരിലുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് നമുക്ക് ദേശീയ തലത്തിൽ നിന്ന് വരുന്ന ഒരു മണിപ്പൂരി കവിയാണ്, വളരെ പ്രശസ്തനായിട്ടുള്ള കേരളത്തിൽ സച്ചിദാനന്ദനെ പോലെ തന്നെ വലിയ വിവർത്തകനും സാംസ്കാരിക പ്രവർത്തനവും ഒക്കെ ആയിട്ടുള്ള റോബിൻ ഗാങ്കോം എന്ന് പറയുന്ന കവിയാണ് നമുക്ക് മുഖ്യാതിഥിയായിട്ട് എത്തുന്നത്. ഒരു ടിബറ്റൻ കവി, ടെൻസിംഗ് ഷിൻഡോങ് എന്ന് പറയുന്ന ഒരു ടിബറ്റൻ കവി ഇവിടെ വരുന്നുണ്ട്. മറ്റ് വിദേശ കവികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന്, അതുപോലെ പുഷ്പമ്മ, നമുക്കൊക്കെ അറിയാവുന്ന ഈ പറയുന്ന മുന്നാറിന്റെ മേഖലകളിൽ നിന്ന് ആദ്യമായിട്ട് ആദിവാസി ഭാഷയിൽ നോവൽ എഴുതിയ ആദിവാസി നോവലിസ്റ്റ് ആയിട്ടുള്ള പുഷ്പമ്മയെ പോലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് വളരെ പ്രസിദ്ധരായിട്ടുള്ള പ്രഭാഷകന്മാരും ഒക്കെയും പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് നമ്മൾ ഈ 3 ദിവസം കൊണ്ട് 6 വേദികളിലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന ഒരു ഭൂപടം എങ്ങനെ ഉണ്ടായി, കേരളത്തിനെ സംബന്ധിച്ച ആദ്യത്തെ ഗ്രീക്ക് കാലഘട്ടത്തിൽ മുസിരിസിനെ അടയാളപ്പെടുത്തിയ മാപ്പുകൾ തൊട്ട് ഏറ്റവും പുതിയ പ്രളയ കാലത്ത് കേരളത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ വരെ എത്തുന്ന കേരളത്തിന്റെ പലതരം മാപ്പുകളുടെ ഒരു ചരിത്രം, കേരളത്തിന്റെ ഭൂപടങ്ങളുടെ ചരിത്രവും രാഷ്ട്രീയവും സംബന്ധിച്ചൊരു പ്രദർശനം, അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസിന്റെയൊക്കെ മണ്ഡലത്തിൽ ഇന്ത്യയിൽ ഗവേഷണം നടത്തുകയോ അല്ലെങ്കിൽ അക്കാഡമിഷ്യന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ, ഇങ്ങനെ പലതരം പരിപാടികളായിട്ടാണ് നമ്മൾ ഈ കാർണിവൽ നടത്തുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ബ്രോഷറിലൂടെ അറിയാൻ കഴിയും. എന്തായാലും ഇതുവരെ നടന്ന കാർണിവലുകളിൽ നിന്നൊക്കെ എല്ലാതവണയും നമ്മൾ പറഞ്ഞതുപോലെ തീർത്തും വ്യത്യസ്തമായ, ഒരുപാട് ഹോംവർക്ക് ചെയ്തുകൊണ്ട് വലിയ രാഷ്ട്രീയമായ ഒരു ഉള്ളടക്കം, ഉദാഹരണമായിട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്നിട്ടുള്ള ദളിത് കൂട്ടക്കൊലകൾ, അതിനെ ഡിജിറ്റൽ മാപ്പിംഗ് നടത്തുന്ന ഒരു ഗവേഷണം, IIT ഇൻഡോറിൽ ഗവേഷണം നടത്തുന്ന ഒരു ഗവേഷകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രബന്ധം ഇവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ വളരെ വ്യത്യസ്തമായ മേഖലയിൽ ആണ് നമ്മൾ ഓരോ അവതരണങ്ങളും നടക്കുന്നത്. ആ അർത്ഥത്തിൽ ഒരേ സമയം അത് ജനകീയമാണ്, ഒരേ സമയം അക്കാദമിക് ആണ്, അതേസമയം അത് അക്കാദമിക് കണ്ടന്റ്
ആവശ്യം വേണ്ട പൊളിറ്റിക്കലുമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അർത്ഥത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ എവിടെയും ആവർത്തിക്കാൻ ഇടയില്ലാത്ത, പട്ടാമ്പിയിൽ മാത്രം സാധ്യമായ ഇങ്ങനെയൊക്കെ ദാരിദ്ര്യം, എന്താ പറയുക, പലതരം ദാരിദ്ര്യങ്ങളും അല്ലെങ്കിൽ പലതരം എന്താ പറയുക ഇങ്ങനെയുള്ള നമ്മുടേതായ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ നടന്നു പോകുന്ന ഒരു കാർണിവൽ ഇവിടെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ കൂടുന്നതിന്റെ ഒരു ഊറ്റം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അതിനകത്ത് ഏറ്റവും സജീവമായി തുടക്കം തൊട്ട് തന്നെ നമുക്കൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ആദരണീയനായ മോഹസിൻ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കാർണിവലിലെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റു കാര്യങ്ങൾ ചർച്ചകളിലൂടെ അരിക്കുട്ടി മാഷ് കൂടുതൽ പറയും.